നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. സ്തോത്രം. ഇന്ന് തിരുവചനം ഷെയർ ചെയ്യുവാനായിട്ട് ദൈവാത്മാവ് എനിക്ക് നൽകിയ പ്രേരണ തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. For our short meditation, let us turn to the book of Titus, chapter 2, verses 11 to 14. മഹാദൈവം പ്രത്യക്ഷതയ്ക്കായിട്ടും അതുകൊണ്ട് ഭക്തിയോടും ഭക്തിമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിനെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അത് നമ്മെ സകല ധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു സൽപ്രവർത്തികളിൽ സുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനെ നമുക്ക് വേണ്ടി കൊടുത്തു. ആമേൻ. സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. For the grace of God that brings salvation has appeared to all men, teaching us that denying ungodliness and worldly lust, we should live soberly, righteously, and godly in the present age, looking for the blessed hope and glorious appearing of our great God and Savior Jesus Christ, who gave himself for us that he might redeem us from every lawless deed and purify for himself his own special people, zealous for good works. കഴിഞ്ഞ ചില ദിവസങ്ങൾ ഈ വചനത്തെ ധ്യാനിക്കുവാനും ചില കാര്യങ്ങൾ ഗ്രഹിക്കുവാനും എനിക്ക് ഇടയായി തീർന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാനിതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ Threefold blessings of God's grace or threefold impact of God's grace. ദൈവകൃപയുടെ 3 വിധമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഞാൻ ഇതിൽ നിന്നും ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഇമ്പാക്ട് ഓഫ് ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയെന്ന് പറഞ്ഞാൽ, കൃപയെന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഗ്രേസ് മീൻസ് ഫ്രീ, എറ്റേണൽ ആൻഡ് അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗാഡ് ടുവേർഡ് ഹിസ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ ദാനമായ ഔദാര്യമായ തൻ്റെ സകല സൃഷ്ടികളോടുമുള്ള നന്മയ്ക്കാണ്, സഹായത്തിനാണ് കൃപയെന്ന് പറയുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് തൻ്റെ സൃഷ്ടികളോട് എല്ലാവരോടും കാണിക്കുന്ന ദൈവത്തിൻ്റെ ആ കൃപ നമുക്കെല്ലാവർക്കും അത് അനുഭവിച്ചറിയുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നതും ഇവിടെ ആയിരിക്കുന്നതും ദൈവത്തെ സേവിക്കുന്നതുമൊക്കെ ആ ദൈവകൃപ കൊണ്ടാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഞാൻ മണക്കാലയിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ പാടുന്ന ഒരു പാട്ടിൻ്റെ ചരണങ്ങൾ എൻ്റെ ഓർമ്മയിൽ കടന്നു വന്നു. ഞാനത് ഒരു ചരണം പാടിയിട്ട് ഈ മെസ്സേജിലേക്ക് നമുക്ക് കടക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പാത്രഹീനേനാകും ഈ ഏഴയാമെന്നേ ചേർത്തണച്ച ദൈവ
കൃപയത്രയോ ചിത്രം, പാത്രഹീനനാകും ഈ ഏഴയാമെന്നെ ചേർത്തണച്ച ദൈവ. കൃപയത്രയോ ചിത്രം, മാനപാത്രമായെന്നെ തിരഞ്ഞെടുത്തതോർത്തു നീതം. പാത്രമായെന്നെ തിരഞ്ഞെടുത്തതോർത്തു നീതം. വാഴ്ത്തിടുമേ ഞാൻ, വാഴ്ത്തിടുമേ ഞാൻ യേശുവിൻ നാമത്തെ. ഇന്നുമെന്നും നന്ദി നിറഞ്ഞ സ്നേഹത്താൽ, ഇന്നുമെന്നും നന്ദി നിറഞ്ഞ സ്നേഹത്താൽ. ആ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണെങ്കിലും പാട്ട് പാടാൻ എനിക്ക് വലിയ കൃപയില്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും പാടി നിർത്തുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു പാട്ടായതുകൊണ്ടാണ് ഞാൻ അത്രയും പാടിയത്. പാത്രഹീനനാകും ഏഴയാമെന്നെ യോഗ്യനാക്കി തീർത്തത് ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളതാണ് ഞാൻ ആ പാടിയ പാട്ടിൻ്റെ അർത്ഥം. ദൈവകൃപയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് all manifold blessings of God to all his creation. ദൈവത്തിൻ്റെ സൃഷ്ടികളോട്, മനുഷ്യവർഗത്തോടുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം, ബേസിക് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആരുടെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് നമുക്കറിയാം. ഇനിയും തിരുവചനം നമ്മൾ പഠിച്ചാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ആലോചിച്ച് നോക്കുക. നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്ങും ദൈവത്തിന്റെ കൃപയാലാണെന്നാണ് വചനം പറയുന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇന്ന ആവശ്യമുണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അതിന് മറുപടി തരാൻ എന്താ കാരണം? നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ? അല്ല. എബ്രായർ 4 നമ്മൾ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തലസമയത്തുള്ള സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനായിട്ട് കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. That means God answering our prayer because of the grace of God. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ദൈവം നമുക്ക്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ബ്ലെസ്സിങ്ങും നമ്മൾ രക്ഷിക്കപ്പെട്ടതോ കൃപയാലല്ലോ, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. Not because of the work we done, but by the grace of we are saved. So our salvation, our blessings, our answered prayers, everything is based on grace of God. ദൈവകൃപയാലാണ്. ഇവിടെ നമ്മൾ വായിച്ചത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, കുറച്ചുപേർക്കല്ല. Not for few people, for all people. What appeared? Here we read, the grace of God that brings salvation has appeared to all men, not few, all men. എല്ലാവർക്കും. അപ്പിയേഡ് എന്ന് പറഞ്ഞ ഈ വാക്ക് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉദിച്ചുവല്ലോ, റിയൽ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് അത് തന്നെയാണ്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് അബൌട്ട് സൺറൈസ്. സൂര്യോദയത്തെ കാണിക്കുന്ന ഗ്രീക്ക് വേർഡാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പൊ ഞാൻ അത് വായിച്ചു. എന്താണ് ഈ ദൈവകൃപ? ഈ ദൈവകൃപ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അനുഭവമാണോ? ഈസ് ഇറ്റ് ആൻ എക്സ്പീരിയൻസ്? ഈസ് ഇറ്റ് എ പേഴ്സൺ? ഇതൊരു മനുഷ്യനാണ്, ഇതൊരു വ്യക്തിയാണോ? എന്താണ് ഈ ദൈവകൃപ? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, യേശുവിന്റെ പ്രത്യക്ഷത ദൈവകൃപയുടെ ഉദയമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദ അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ അപ്പിയറൻസ് ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവകൃപയുടെ ആ ഉദയമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു.
നമ്മൾക്കറിയാം സൂര്യോദയം, സൺറൈസ്, രാത്രി മുഴുവനും കൂരിരുട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇരുട്ടാണ്. പക്ഷേ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ ആ സൂര്യപ്രകാശം അന്ധകാരത്തെ പിടിച്ചടക്കുക. അതിനെ when sun rises, that light dispel all the darkness or controls all the darkness. ആ ഇരുട്ടിനെ മുഴുവനും കൺട്രോൾ ചെയ്ത് കീഴ്പ്പെടുത്തി ലോകത്തിൽ മുഴുവനും പ്രകാശം പരത്തുന്നു. അതാണ് സൂര്യോദയം. കർത്താവായ യേശുക്രിസ്തു ഉദിച്ചത് അങ്ങനെ തന്നെയാണോ? ഒരു വാക്യം നമുക്ക് പരിചയമുള്ളത് ഞാൻ പറയാം. യോഹന്നാൻ സ്നാപകനെ തടവിലാക്കിയെന്ന് കേട്ടപ്പോൾ യേശു അവിടെ നിന്നും സെബുലൂന്റെയും നഫ്താലിയുടെയും ദേശമായ ഗലീലയിലേക്ക്, ജാതികളുടെ ദേശത്തേക്ക് പോയി എന്ന് വായിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത്, അങ്ങനെ ഇരുളിലും മരണനിഴലിലും ഇരുന്നൊരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. When Jesus traveled into the land of Zebulun and Naphtali, the word of God says that land, that places saw a great light, just like a sunrise. They were able to see the light, spiritual light, ആത്മീയമായ പ്രകാശം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം അന്ധകാരത്തെ മാറ്റി പ്രകാശപൂരിതമാക്കുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും ദൈവത്തിന്റെ കൃപയുണ്ടായിരുന്നു. ഈവൻ ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ് ടൈം there was grace of God. പക്ഷേ അത് വളരെ ഭാഗികമായിട്ടേ വെളിപ്പെട്ടിട്ടുള്ളൂ. Even though the grace of God was in Old Testament time, it is partially revealed. That means Noah found favor before the Lord. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പക്ഷേ വാട്ട് വാസ് ദ ബേസിക്? അതിന്റെ അടിസ്ഥാനം എന്തുമായിരുന്നു? നോഹ നേരുള്ളവനും നിഷ്കളങ്കനുമായിരുന്നു. ഹി വാസ് ബ്ലെയിംലെസ്, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവകൃപ ലഭിച്ചു. കുറെ ബേസ്ഡ് ഓൺ ഹിസ് വർദിനെസ്, അവന് ചില യോഗ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഓൾസോ വി റീഡ് ഇൻ അബൌട്ട് ലോത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ലോത്തെ, സോദോമിനെ ഞാൻ നശിപ്പിക്കാൻ പോവാണ്, പക്ഷെ നിന്നെയും കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഒരു കൃപ അവന് വേണ്ടി കാണിച്ചു. വാട്ട് വാസ് ദ ബേസിക് ഓഫ് ദാറ്റ് ഗ്രേസ്? ബിക്കോസ് യുവർ അങ്കിൾ ഏബ്രഹാം ഈസ് മൈ ഫ്രണ്ട്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നെന്ന് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് ലോർഡ് ഫൗണ്ട് ഫേവർ. മോസസിനെ കുറിച്ച് നമ്മൾ എക്സോഡസ് ചാപ്റ്റർ 23 വായിക്കുന്നുണ്ട്. ദൈവം തന്നെ പറഞ്ഞു, മോശെ, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുക. വാട്ട് വാസ് ദ ബേസിക് ഓഫ് ദാറ്റ് ഗ്രേസ്? നമ്മൾ സംഖ്യ 12:3, നമ്പേഴ്സ് ചാപ്റ്റർ 12:3 റീഡ്സ്, ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് മോശ അതിസൗമ്യനായിരുന്നു. ദ മീക്കസ്റ്റ് മാൻ ഓൺ എർത്ത് വാസ് മോസസ്. പിന്നെ വെറുതെയാണോ ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിന് ലഭിച്ചത്? സ്തോത്രം. ദാവീദിന് ദൈവത്തിന്റെ ഒരു കൃപ കൊടുത്തു. എന്തായിരുന്നു ദൈവത്തിന്റെ കൃപ? ഒരു അൺമെറിറ്റഡ് ഫേവർ ഡേവിഡിന് കിട്ടി. ഡേവിഡ് ഒരു വ്യഭിചാരിയും കൊലപാതകനും ചതിയനും ഭോഷ്ക് പറയുന്നവനുമായിരുന്നു. അവന്റെ സ്വഭാവത്തിനനുസരിച്ച് ചെയ്യുവാണെങ്കിൽ ദൈവം അവനെ കൊല്ലണമായിരുന്നു.
the punishment of death was deserved for David, but God did not punish him. God showed his grace to him. ദൈവം അവനോട് കൃപ കാണിച്ചു, അതുകൊണ്ട് ദൈവം അവനെ ശിക്ഷിച്ചില്ല. അങ്ങനെ ഒരു ചെറിയ ചെറിയ ഇൻസിഡന്റുകൾ മാത്രമേ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. പഴയ നിയമത്തിലെല്ലാം ദൈവം അന്നേരം അടിക്കുകയും ശിക്ഷിക്കുകയും ചിലരെയൊക്കെ ഭൂമി വളർന്നങ്ങ് വിഴുങ്ങുമായിരുന്നു. ചിലരെ ദൈവം തീ ഇറക്കി അന്നേരം അങ്ങ് ഭസ്മമാക്കുക, ഇല്ലാതാക്കുമായിരുന്നു. കാര്യം അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും ഒക്കെ ദൈവത്തിന് കണ്ടുകൂടാഞ്ഞിട്ട് ദൈവം അവരെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ പുതിയ നിയമം വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്, പീസ് ഓൺ എർത്ത് ഫോർ മെൻ. മനുഷ്യർക്ക് സമാധാനം. ഇനിയും നിങ്ങളുടെ പാപങ്ങൾക്ക് ദൈവം നിങ്ങളെ ശിക്ഷിച്ച് ഭൂമി വായു വിളർന്ന് വിഴുങ്ങുമെന്നോ, തീ കൊണ്ട് നശിപ്പിക്കുമെന്നോ, സുനാമി അടിക്കുമെന്നോ, ഭൂകമ്പം ഉണ്ടാകുമെന്നൊന്നും പേടിക്കേണ്ട. ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ്, പീസ് ഓൺ എർത്ത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ ഭൂമിയിൽ സുനാമി അടിക്കുന്നതോ ഭൂകമ്പം ഉണ്ടാകുന്നതോ യുദ്ധങ്ങളോ കലാമിറ്റീസ് ഉണ്ടാകുന്നതൊന്നും ആ മനുഷ്യന്റെ പാപത്തിനൊത്തോണം ദൈവം കോപിക്കുന്നതല്ല. അതിന്റെ എല്ലാം പരിഹാരം യേശു കാൽവറിയിൽ വരുത്തി കഴിഞ്ഞു. പിന്നെ മനുഷ്യരെ ദൈവം ശിക്ഷിക്കുന്നെങ്കിൽ ഒരേ ഒരു അടിസ്ഥാനത്തിലാണ് ദൈവം ശിക്ഷിക്കുന്നത്. ദൈവം വരുത്തിയ പാപപരിഹാരം മനുഷ്യൻ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്നില്ലെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യനെ ദൈവം നരകത്തിൽ വിടുന്നെങ്കിൽ അവർ പോകുന്നത്. കാര്യം ദൈവത്തിന് ഇഷ്ടമല്ല ആരെയും നശിപ്പിക്കുവാൻ. കാര്യം എല്ലാവരുടെയും പാപം യേശു ക്ഷമിക്കുവാനാണ് കാൽവറിയിൽ യാഗമായത്, അല്ലെങ്കിൽ യേശു പൂജാതനായത്. അത് നമ്മൾ വായിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ല. ഫോർ ഓൾ മെൻ, ഫോർ ദെയർ സാൽവേഷൻ ദ ഗ്രേസ് ഓഫ് ഗോഡ് അപ്പിയേർഡ്. എല്ലാ മനുഷ്യർക്കും, എത്ര പാപി ആയിക്കൊള്ളട്ടെ, മദ്യപാനി ആയിക്കൊള്ളട്ടെ, വ്യഭിചാരി ആയിക്കൊള്ളട്ടെ, വലിയ അക്രമങ്ങൾ ചെയ്ത ആളായിക്കൊള്ളട്ടെ, അവരുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് യേശു പരിഹാരം വരുത്തി. ഇന്ന് ഈ വചനം എപ്പോഴെങ്കിലും ആരെങ്കിലും കേൾക്കുന്നവർ, ദൈവം എന്നോട് ക്ഷമിക്കത്തില്ല, ഞാൻ അത്രയും വലിയ പാപിയാണ്, എന്റെ ജീവിതത്തിൽ ഇന്ന പാപങ്ങളുണ്ട്, അകൃത്യങ്ങളുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ മറഞ്ഞിരിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ അവസ്ഥയിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അതുകൊണ്ട് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ യേശുവിൽ വിശ്വസിച്ച് അവനെ സ്വീകരിച്ചാൽ മതി. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും യേശു പരിഹാരം നൽകും. കാരണം സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് ആരെങ്കിലും അത് പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നെങ്കിൽ യേശുവിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഈ കൃപ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്? അതുകൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. സ്തോത്രം. നാം ദൈവവചനത്തിൽ വായിക്കുന്നു, എഫേസ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 8, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. രക്ഷിക്കപ്പെടാത്തവരെല്ലാവരും ഇരുളിലാണ്. ബിഫോർ യുവർ സാൽവേഷൻ യു വെയർ ഇൻ ഡാർക്ക്നെസ്. ഇത് എഫെസോസിലുള്ള ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. അവര് വിഗ്രഹാരാധികളും അവരെ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരും ഭൂതം ബാധിച്ചവരും ഒക്കെയായിരുന്നു. എന്നാൽ യേശുവിനെ അവര് സ്വീകരിച്ചപ്പോൾ, സുവിശേഷം സ്വീകരിച്ചപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. അതെല്ലാം ക്ഷമിച്ചിട്ട് അവര് പ്രകാശമായി മാറി. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അതാണ് സകല മനുഷ്യർക്കും, വിഗ്രഹാരാധിക്കും, പാപം ചെയ്യുന്നവനും, എല്ലാവർക്കും, ക്രിമിനൽസിനും എല്ലാവർക്കും ആ രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുകയാണ്. അവരങ്ങ് സ്വീകരിച്ചാൽ മാത്രം മതി. സ്തോത്രം. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? 1 പത്രോസ് 2:9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും
രാജകീയ പുരോഹിത വർഗവുമാകുന്നു. അപ്പോൾ സുവിശേഷത്തിന്റെ വിളി കേട്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർക്ക് അന്ധകാരത്തിൽ നിന്നും മോചനം പ്രാപിച്ച് പ്രകാശത്തിലേക്ക് വരുവാൻ കഴിയുമെന്നാണ് ഇവിടെ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത്. ആ ദൈവം ഇങ്ങനെ വായിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ധാരാളം കൃപ നൽകുന്നു. ഞാൻ വലിയ ഭാവിയൊന്നുമല്ല, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞ് സ്വയനീതിക്കാരായി സ്വന്തം പ്രവൃത്തികളിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഈ കൃപ ലഭിക്കത്തില്ല. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവം ഉദിച്ചിരിക്കുക, പക്ഷെ എല്ലാവർക്കും അത് പ്രയോജനപ്പെടുകയില്ല. പ്രയോജനപ്പെടുന്നത് ആർക്കാ? അത് സ്വീകരിക്കുന്നവർക്ക്. The salvation is appeared for all men are not saved. Only those who receive Jesus will be saved. യേശുവിനെ സ്വീകരിക്കുന്നവർ മാത്രമേ ഇത് പ്രാപിക്കത്തുള്ളൂ, പ്രകാശം പ്രാപിക്കത്തുള്ളൂ, അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച്, ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവർക്ക് ധാരാളം കൃപ ലഭിച്ചിരുന്നു. കാര്യം അവർ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധി സമർപ്പിച്ചപ്പോൾ ദൈവം അവർക്ക് കൃപ കൊടുത്തു. ദൈവം താഴ്മയുള്ളവർക്ക് ധാരാളം കൃപ കൊടുക്കുന്നു. അങ്ങനെയുള്ള കൃപ ലഭിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ എങ്ങനെയാ സംസാരിക്കാൻ അറിയാമോ? കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്ക്. അപ്പൊ നമ്മുടെ ഫോർ അവർ ഡെയിലി ലൈഫ്, ഫോർ അവർ കമ്മ്യൂണിക്കേഷൻ, ഫോർ അവർ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന്, നമ്മുടെ ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്, എല്ലാത്തിനും ഈ ദൈവത്തിന്റെ കൃപ മതിയായതാണ്. അതെല്ലാവർക്കും പര്യാപ്തമാണ്. No sinner is saved personally until he accepts the work of Christ, humble himself and call upon God for his mercy. ഏതൊരു വ്യക്തിയാണെങ്കിലും തന്നെ തന്നെ സമർപ്പിച്ച് യേശുവിനോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിക്കുന്നവരെയും ഈ ദൈവകൃപ പ്രാപിക്കുവാൻ അവർക്ക് കഴിയില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ 14-ാം വാക്യത്തിൽ വായിച്ചൊരു വാക്യം ഇങ്ങനെയാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. God's grace has been revealed to redeem us from the penalty of sin. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല അധർമ്മത്തിൽ നിന്നും നമ്മെ ദൈവം വീണ്ടെടുത്തു. സ്തോത്രം. അധർമ്മത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മതിയായ ദൈവത്തിന്റെ കൃപയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. This grace of God is able to redeem us from all the lawlessness. നമ്മുടെ ജീവിതത്തിൽ നിയമവിരുദ്ധമായി, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ ചെയ്തിട്ടുള്ള സകല അധർമ്മത്തിൽ നിന്നും വിടുവിക്കുവാൻ ദൈവകൃപ പര്യാപ്തമാണ് എന്ന് നമുക്ക് വ്യക്തമായി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ യാതൊരു നന്മ പ്രവൃത്തികൾക്കും സൽപ്രവൃത്തികൾക്കും ഈ അധർമ്മത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അധർമ്മത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയത്തില്ല. No good work is able to deliver us from the lawlessness that came in our life. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അധർമ്മത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ഒരു സാൻമാർഗീയ ജീവിതമോ സൽപ്രവൃത്തികളോ പര്യാപ്തമല്ല. Only Jesus can deliver us from the lawlessness of our life. നമ്മുടെ ജീവിതത്തിലെ സകല അധർമ്മത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം യേശുക്രിസ്തു മതിയായവനാണ്. എസെക്കിയേൽ 18:4-20 നമ്മൾ വായിക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. റോമാലേഖനം 6:23 നമ്മൾ വായിക്കുന്നു, the wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പ്രത്യക്ഷപ്പെട്ട് കാൽവറിയിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മരിച്ച് ആ വീണ്ടെടുപ്പ് സാധിപ്പിച്ചത് ഒരു വ്യക്തി സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ മേൽ ആ ശിക്ഷാവധിയില്ല.
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഇറ്റ് ഈസ് ഓവർ, ഇറ്റ് ഈസ് ഡൺ. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഈസ് ഓവർ. ശിക്ഷ കഴിഞ്ഞുപോയി. ഞാൻ അതുകൊണ്ട് ഹാപ്പിയാണ്. അതാണ് the first part of the appearance of Jesus, the grace of God. ദൈവകൃപയുടെ പ്രത്യക്ഷത കൊണ്ട് ഒന്നാമത് ലഭിച്ചതായ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ആ പാപത്തിന്റെ അധർമ്മത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി. നമ്മൾ അധർമ്മികളും പാപികളും ദോഷികളുമായിരുന്നു. ദൈവത്തിന്റെ പ്രമാണത്തിനെതിരായി നമ്മൾ ജീവിച്ചവരാണ്. അതിന്റെ പരിണിത ഫലം മരണമാണ്, ശിക്ഷയാണ്. കേവലം ഈ ലോകത്തിലെ മരണമല്ല, നിത്യമായ മരണമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചത് അതിൽ നമ്മെ വിടുവിക്കുവാനാണ്. ഈ വചനം എപ്പോഴെങ്കിലും കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് സ്നേഹപൂർവ്വം ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഈ കൃപ പ്രാപിച്ച് ആ മരണശിക്ഷയിൽ നിന്ന്, നിത്യനരകമാകുന്ന ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആ യേശുവിൽ കൂടെ വെളിപ്പെട്ട ദൈവകൃപ പ്രാപിച്ച് നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. നിങ്ങൾക്ക് സന്തോഷമായി പറയുവാനിടയാകണം, ഇറ്റ് ഈസ് ഓവർ. ഐ ആം ഗ്ലാഡ് മൈ സിൻ ഹാസ് ബീൻ ഡെൽറ്റ് വിത്ത്. എന്റെ പാപത്തിന് പരിഹാരം വരുത്തി, ഞാൻ ഫ്രീ ആണ്, ഞാൻ സന്തോഷവാനാണ് എന്ന് നിങ്ങൾ പറയുവാനിടയാകണം. സ്തോത്രം. The second part is God's grace has been revealed to release us from the power of sin that is in this present time. അതാണ് നാം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്. സ്തോത്രം. എന്താണത്? നമ്മൾ രക്ഷിക്കപ്പെട്ടു. Even though we are saved, our sinful nature is not changed. നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മുടെ പാപ സ്വഭാവത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്നും പോയിട്ടൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പാപത്തിന്റെ സ്വഭാവത്തിന് അധികാരമുണ്ട്, അത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ആ പാപ സ്വഭാവം, ദ ക്യാരക്ടർ ഓഫ് ദ നേച്ചർ ഓഫ് ലസ്റ്റ്, ആ പാപ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ജയിക്കാനായിട്ട് ഈ ദൈവത്തിന്റെ കൃപ നമുക്ക് തരും. അതാണ് നമ്മൾ വായിക്കുന്നത്. അവർ ഓൾഡ് സിൻ നേച്ചർ വാസ് നോട്ട് റിമൂവ്ഡ് അറ്റ് ദ ക്രോസ്, ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിൽ ഹെൽപ്പ് us to discern the deception of Satan and to live a victorious life. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവകൃപ നമ്മെ സഹായിക്കും. സ്തോത്രം. നമ്മൾ വായിക്കുന്നത്, ഭക്തികേടും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേട്, പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. The grace of God will instruct us, teach us for what? To renounce sin. നമ്മുടെ ഹൃദയത്തിലേക്ക്, ബുദ്ധിയിലേക്ക് പാപത്തിന്റെ ചിന്തകളോ പ്രവൃത്തികളോ കടന്നു വരുമ്പോൾ അത് മാറി നിൽക്ക്, എന്റെ മേൽ നിനക്ക് അധികാരമില്ലെന്ന് പറയുവാൻ, അതിനെ റിനൗൺസ് ചെയ്യുവാൻ ആ ദൈവകൃപ നമ്മെ സഹായിക്കും. When the grace enters in our life, we cannot tolerate sin in our heart, and we finally have the power to disown it. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പാപത്തെ നമ്മൾക്ക് ടോളറേറ്റ് ചെയ്യുവാൻ, അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ അതിനെ നമ്മൾ ഡിസോൺ ചെയ്യത്തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാനിടയായി. ഞാൻ വേഗം പോകട്ടെ. ഗ്രേസ് ഓഫ് ഗോഡ് ടീച്ചസ് ടു റൂൾ അവേഴ്സെൽഫ് എന്ന് പറഞ്ഞാൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ഉപേക്ഷിച്ച് സുബോധത്തോടെ, നീതിയോടെ, ഭക്തിയോടെ ജീവിച്ചു പോരേണ്ടതെന്ന് നമ്മെ സഹായിക്കുമെന്ന്. ദാറ്റ് വിൽ ഹെൽപ്പ് us to live soberly. സുബോധത്തോടെ ജീവിക്കുവാൻ നമുക്കിടയായിത്തീരും. എന്താണ് അതിന്റെ കാരണം? സ്തോത്രം. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റിന്റെ ഈ വീഡിയോ ഫിലിം ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു കാലമായിരുന്നു.
ഗ്രാമങ്ങളിൽ ഞങ്ങളത് കാണിക്കുവാനായിട്ട് പോകാറുണ്ടായിരുന്നു. OM സഹോദരന്മാരോടുള്ള ബന്ധം, അവരുടെ സഹായത്തോടുകൂടി. അത് ആ ഫിലിം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെ സമയത്തേക്കൊന്നും ആരോടും മിണ്ടാനൊന്നും പറ്റത്തില്ല. കരയാൻ മാത്രമേ പറ്റത്തുള്ളൂ. യേശുവേ, ഇതൊക്കെയായിരുന്നു നീ സഹിച്ചത്, ഇങ്ങനെയായിരുന്നു നിന്നോട് ചെയ്തത് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കും. അതിനുശേഷം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന രഹസ്യമായെങ്കിലും പ്രാർത്ഥിക്കും. നിന്നെ വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാകല്ലേ കർത്താവേ. നിന്റെ നാമത്തിന് അപമാനം വരുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ ഇടയാകല്ലേ കർത്താവേ. കാര്യം എന്താ? സുബോധത്തോടെ ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇൻസ്ട്രക്ട് ചെയ്യുകയാണ്. സ്തോത്രം. ഈ ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അത് സാരമില്ല, ഇത് സാരമില്ല, ഇതൊക്കെ ഈ ലോകത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മെ മലിനപ്പെടുത്തത്തക്കവണ്ണമുള്ള പിശാചിന്റെ ഭയങ്കര തന്ത്രങ്ങളൊക്കെ കടന്നു വരും. പക്ഷേ സുബോധത്തോടെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ അത് നമ്മെ സഹായിക്കുന്നത് എന്താണ്? ഭക്തിയോടും സുബോധത്തോടും ഇന്നതിൻ്റെതൊക്കെ യോഗ്യമല്ല, ഇതൊക്കെ പിശാചിന്റെ തന്ത്രമാണ്, ഇതെനിക്ക് പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കണമെങ്കിൽ ഈ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. The praise that was paid for our salvation, that we are motivated to please the Lord. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ആ ഒരു വലിയ പ്രേരണ ആ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് നമുക്ക് സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ വായിക്കുന്നു. There are many conflicts, ideas and world views coming at us every day. ഓരോ ദിവസവും വേൾഡ് വ്യൂസ് ഇങ്ങനെയാണ്, സാഹചര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ പല ആശയങ്ങളും കടന്നു വരും. പലതും പറഞ്ഞെന്നിരിക്കും. എന്നാൽ നമ്മൾ സുബോധത്തോടെ അതിനെ വിവേചിച്ച് കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അകപ്പെട്ടു പോകും. സ്തോത്രം. ഈ വേൾഡ് വ്യൂ അല്ല നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളല്ല നമുക്ക് വിഷയം. അവരും ഇവരും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല നമ്മുടെ വിഷയം. ബൈബിൾ എന്തു പറയുന്നു അത് നമ്മൾക്ക് ഗ്രഹിക്കണമെങ്കിൽ സുബോധത്തോടെ ജീവിക്കുവാൻ നമുക്കിടയാകണം. അങ്ങനെ നാം സുബോധത്തോടെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലിക്ക് വ്യത്യാസം വരും, നമ്മുടെ സംസാരത്തിന് വ്യത്യാസം വരും, നമ്മുടെ കുടുംബ ജീവിതത്തിന് വ്യത്യാസം വരും. പലരും ആ ഒരു സുബോധത്തോടെ ജീവിക്കാത്തത് കൊണ്ടാണ് വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നു, സഭകളിൽ ഭിന്നതയുണ്ടാകുന്നു. കാര്യം ദേ ആർ നോട്ട് സോവറിൻ. അവർ സുബോധത്തോടെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വിഷയങ്ങളെ വിവേചിച്ച് അതിനെ ജയിക്കുവാൻ കഴിയാത്തവരായി തീരുന്നത് കൊണ്ട്, for to keep that from happening is to live soberly, to be on alert. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മൾക്ക് എപ്പോഴും നമ്മൾ പല അലേർട്ടും കേൾക്കാറുണ്ട്. നമ്മൾ കാർ ഓടിക്കുകയാണെങ്കിൽ പല അലേർട്ടും നമുക്ക് വരും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് അലർട്ട് കിട്ടി, എൻ്റെ ഗ്യാസ് തീരാറായി, ഗ്യാസ് തീർന്നു, ഫില്ല് ചെയ്യണം. പല അലർട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരും. അതുപോലെ തന്നെ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു വലിയ അലാറമാണ്. അത് പാപമാണ്, അത് അശുദ്ധിയാണ്, അതിലേക്ക് നീ തിരിയരുത്, മാറിപ്പോകുക എന്ന് പറയുന്ന ആ സ്പിരിറ്റ് അലാറം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓണായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സുബോധത്തോടുകൂടെ ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. അടുത്ത നമ്മൾ എന്താ വായിക്കുന്നത്? സുബോധത്തോടെ. സ്തോത്രം. ഭക്തികേട്, പ്രപഞ്ചമോഹം. ഭക്തി എന്ന് പറയുന്നത് ഗോഡ്ലിനെസ് ആണ്, ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. ഭക്തിയായിട്ട് ജീവിക്കണം. എല്ലാവർക്കും ആഗ്രഹം ഭക്തിയോട് ജീവിക്കണം. ഭക്തിയോട് ജീവിക്കുന്നത് എങ്ങനെയാ? ഹൗ ക്യാൻ വി ലീവ് എ ഗോഡ്ലി ലൈഫ്? യേശുവിന്റെ സ്വഭാവമുള്ളവരായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം. ഭക്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ നമുക്ക് വലിയ പ്രയാസമൊന്നുമുള്ള കാര്യമല്ല.
2 പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ വചനങ്ങളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വളരെ പരിചയമുള്ള വാക്യമാണ്, നല്ലൊരു വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചു കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. 2 പത്രോസ് 1-ന്റെ 3-4 വാക്യങ്ങളാണ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിശ്വസ്തന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിലെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടപെടും. മതി. അപ്പോഴേ നമുക്ക് ഒരു ഭക്തിയോടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവകൃപ നമ്മെ ഉപദേശിക്കുന്നു. ഭക്തിയോടെ ജീവിക്കണം. നമ്മൾ എന്താ ചെയ്യണം? ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ നമുക്കതിനാവശ്യമായതെല്ലാം ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തങ്ങളിൽ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ധ്യാനിച്ച് പഠിച്ച് നമ്മുടെ ജീവിതത്തിലെ ഭക്തികേടുകളെല്ലാം ഒഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം. അതിനാണ് ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവഭക്തിയോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ആവശ്യമായതെല്ലാം, ഓൾ തിങ്സ്, കുറച്ചല്ല, എല്ലാം നമുക്ക് തരുവാനായിട്ട് കഴിയും. അതാണ് ഭക്തിയോടെ ജീവിക്കുക. ദ ലൈഫ് ഓഫ് ഗോഡ്ലിനെസ് ഈസ് അറ്റൈൻ ത്രൂ ഹാർഡ് വർക്ക്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് വെറുതെ ഇഞ്ഞു കിട്ടത്തില്ല ദൈവഭക്തി. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസ് 4-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 1 തിമോത്തിയോസ്, 1 Timothy chapter 4 verse 4 to 8. For every creature of God is നാലിന്റെ 4-ാം വാക്യമാണോ? ഒന്ന് വായിച്ചു നോക്കാം. ആ വാക്യം അതല്ല ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. 7th വേർഡ്സ് മാത്രം വായിച്ചാൽ മതി. 7th വേർഡ്സ് മതി. സോ നോക്കുക. ബട്ട് ടു റിജക്ട് പ്രൊഫൈൻ ആൻഡ് ഓൾഡ് wise fables and exercise yourself toward godliness. For bodily exercise profit a little, but godliness is profitable for all things. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? ശരീരാഭ്യാസം അല്പം നല്ലതാണ്. നമ്മളെല്ലാവരും നമ്മൾക്ക് കഴിയുമെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പോകും. പലരും ജിമ്മിൽ പോയി മസിലൊക്കെ അതൊക്കെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് അവർ ജിമ്മിലൊക്കെ പോകും. അതുപോലെ തന്നെ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഗോഡ്ലിനെസ് ഇനി വരത്തില്ല. നമ്മൾ എന്തോ ചെയ്യണമെന്നാണ് അവിടെ വായിച്ചേക്കുന്നത്. സ്തോത്രം. നമ്മളിവിടെ വ്യക്തമായി വായിച്ച കാര്യം, എക്സസൈസ് യുവർസെൽഫ് ടുവേർഡ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയെ, അതിന്റെ മുകളിലത്തെ വാക്യം ഞാൻ പറഞ്ഞത്, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെ വരുവാനിക്കുന്ന മുകളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. എക്സർസൈസ് ചെയ്യാൻ, ശരീരത്തിന് എക്സർസൈസ് ചെയ്യുന്നത് പോലെ ആത്മീയ ദൈവഭക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തോ ചെയ്യണം? എക്സർസൈസ് ചെയ്യണമെന്ന്. അതെന്തോ ഇനി ദൈവഭക്തിക്ക് വേണ്ടി എക്സർസൈസ് ചെയ്യുന്നത്? ശരീരത്തിന്റെ എക്സർസൈസ് ചെയ്യുന്നത് എങ്ങനെയാ നമുക്കറിയാമല്ലോ. ബൈബിള്, ദൈവവചനം വായിക്കുക, റെഗുലറായി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ദൈവത്തെ ആരാധിക്കുക, ഇതൊക്കെയാണ് ദൈവഭക്തിക്കുള്ള എക്സസൈസ്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ ഗോഡ്ലിനെസ് ഇങ്ങനെ വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? നമ്മൾ ശരീരത്തിന് എക്സസൈസ് ചെയ്യാൻ മറക്കാറില്ല. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ ഗോഡ്ലിനെസ്സിന്, ഭക്തിക്ക് വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുവാനായിട്ട് എത്ര പേര് നമ്മൾക്ക് ഉത്സാഹത്തോടെ നമ്മളത് കാണുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അടുത്തൊരു 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം. അടുത്ത നമ്മൾ എന്താ വായിക്കുന്നത്? തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കും എന്തെല്ലാമാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ടത്. സ്തോത്രം. പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിച്ചിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും
ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. അപ്പം ദൈവഭക്തി എന്തുവാണെന്ന് നമുക്ക് മനസ്സിലായി. ഗോഡ്ലിനെസ് ദൈവത്തോടുള്ള കാര്യമാണ്. നീതിയോട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നീതി, റൈച്ചസ്നെസ്. റൈച്ചസ്നെസ് മീൻസ് റെസ്പെക്ട് അതേഴ്സ്, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഡീലിങ്സ്. അതാണ് ഈ നീതിയോടെ ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്, അപ്പോൾ ഈ പ്രസന്റ് വേൾഡിൽ ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യം ഭക്തിയോടെ പ്രപഞ്ചമോഹങ്ങൾ, ഭക്തികേടുകൾ എല്ലാം ഉപേക്ഷിച്ച് ഭക്തിയോടെ നീതിയോടെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനായി നമ്മെ സഹായിക്കുന്നതാണ് ദൈവകൃപ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് ദ സെക്കൻഡ് ഇമ്പാക്ട് ഓർ ബ്ലെസ്സിങ്സ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഇനിയും മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കെന്താ മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? സ്തോത്രം. 13-ാം വാക്യം വായിക്കാം. ദ ഗ്രേസ് ഹാസ് ബീൻ റിവീൽഡ് ടു റിമൂവ് us ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ. 13-ാം വാക്യം. 12-ാം വാക്യം തീത്തോസ് 2:12. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് വി ആർ വെയിറ്റിംഗ് ഫോർ സംതിങ്. വാട്ട് ഈസ് ദാറ്റ്? തേജസ്സിന്റെ പ്രത്യാശ, ദി അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ കാക്കുകയാണ്. ദൈവകൃപ അതിനായി നമ്മെ സഹായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുമ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന്, അതിന്റെ പ്രസൻസിൽ നിന്ന് ദൈവം നമ്മെ ഇവിടെ നിന്നും മാറ്റും. നാം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. അവിടെ നമുക്ക് പരീക്ഷയുണ്ടോ, ബലഹീനതയുണ്ടോ, പാപം വരുമോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ദ ഗ്രേസ് ഓഫ് ഗോഡ് വിൽ ഡെലിവർ us ഫ്രം ദ പ്രസൻസ് ഓഫ് സിൻ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ പാപത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന്, അതിന്റെ പവറിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനിടയായി തീരും. ദൈവമക്കളെ, എത്രയോ ശ്രേഷ്ഠമാണ്, പവർഫുള്ളാണ് ഈ ദൈവത്തിന്റെ കൃപയെന്ന് പറയുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ ആ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും അധർമ്മവും എല്ലാമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. That was our future blessing, our past blessing. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം അതായിരുന്നു. ഈ കൃപായുഗത്തിൽ നമ്മെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഈ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. ഇനിയും ഈ ദൈവകൃപ നമ്മെ സഹായിക്കുന്നത് പാപം നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് ദൈവസന്നിധിയിലെത്തുവാൻ നമ്മെ സഹായിക്കും. അതാണ് ആ 3 types of blessings of the grace of God. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, ആ ദൈവകൃപ വളരെ ഭാഗികമായിട്ടേ പ്രാപിച്ചിരുന്നുള്ളൂ. പക്ഷേ അപ്പോഴും ഞാൻ ഓർപ്പിച്ചു, ദാവീദിന്റെ ജീവിതത്തിൽ മരണകരമായ ഒരു പാപമാണ് സംഭവിച്ചത്. എന്നാൽ ദൈവം അദ്ദേഹത്തിന് കൃപ കാണിച്ച് രക്ഷിച്ചു. അതുകൊണ്ട് താൻ എങ്ങനെയാ ജീവിച്ചെന്നറിയാമോ? ഡേവിഡ് ലീവ്ഡ് ഇൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രേസ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, സങ്കീർത്തനം 5:7 നമ്മൾ വായിക്കുന്നല്ലോ, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്നോടുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കും. ആ മനുഷ്യൻ പഴയ നിയമത്തിലാണ് ജീവിച്ചിരുന്നത്. ഭാഗികമായിട്ട് ദൈവകൃപയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അദ്ദേഹത്തിന് ദൈവം കൃപ നൽകി. തന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചതുകൊണ്ട് പുതിയ നിയമത്തിലെ ദൈവകൃപയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് താൻ ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഈ ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുകയാണ്. ആ കൃപ ലഭിച്ച നാം എന്ത് ചെയ്യണം? സ്തോത്രം. ആ ദൈവകൃപ നമ്മൾക്ക് ലഭിച്ചത്, നോഹയ്ക്ക് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ചില യോഗ്യതയുണ്ടായിരുന്നു. ലോത്തിന് കൃപ ലഭിക്കത്തക്ക ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്കിളുണ്ടായിരുന്നു അബ്രഹാം. മോശയ്ക്കും ചില പ്രത്യേകത ഉണ്ടായിരുന്നു. നമുക്കൊരു പ്രത്യേകതയില്ല. നമുക്ക് കൃപ ലഭിക്കുവാൻ കാരണം എന്താണ്? നിങ്ങൾ വായിക്കണം, 2 കൊരിന്ത്യർ 9:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ ആരാണ് ഈ ദൈവകൃപ? സമ്പന്നനായിരുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരു ദരിദ്ര കുടുംബത്തിൽ
ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നമ്മുടെ കർത്താവ് ജനിച്ചു. ഒരു സാധുവിനെ പോലെ നമ്മുടെ കർത്താവ് ജീവിച്ചു. ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. നിന്ദകളും അവമാനങ്ങളും തുപ്പലുകളും എല്ലാം ഏറ്റ്, തലയിൽ മുൾക്കിരീടം ചൂടി, പുറം ഉഴവുചാല് പോലെ കീറി, അങ്ങനെയെല്ലാം പങ്കപ്പാടുകൾ സഹിച്ചതെന്തായിരുന്നു? അതാണ് ദൈവകൃപ. ആ ദൈവകൃപയാണ് സകല മനുഷ്യർക്കും രക്ഷാകരമായി ഉദിച്ചത്. അത് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ജീവിതത്തിൽ അധർമ്മമുണ്ട്, കുറവുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിക്കും. ആ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ആ ദൈവകൃപ നമ്മെ ലോകത്തിൽ പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടുകളും ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ, ദൈവത്തോടുള്ള ഭക്തിയോടെ, നീതിയോടെ, മനുഷ്യരോടുള്ള ബഹുമാനത്തോടെ നന്നായിട്ട് ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. നമുക്ക് ആ ദൈവകൃപ വേണ്ടേ? നമുക്ക് ദൈവത്തോട് ഭക്തിയോടെ ജീവിക്കുവാൻ ആ ദൈവകൃപ ആവശ്യമില്ലയോ? നമ്മൾ സഹകരിക്കുന്ന മനുഷ്യരോട്, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മൾക്ക് എല്ലാവരോടും നന്നായി പെരുമാറുവാൻ, നീതിയോടെ പെരുമാറുവാൻ ദൈവകൃപ ആവശ്യമില്ലേ? നമ്മുടെ കർത്താവ് അവനോട് യാചിക്കുന്നവർക്ക് ധാരാളം കൃപ കൊടുക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1:14 നമ്മൾ വായിക്കുന്നത്, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അവൻ കൃപ നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്തോത്രം. ആ കൃപ നിറഞ്ഞവന് മാത്രമേ കൃപ തരാൻ പറ്റത്തുള്ളൂ. ആ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളും കൃപ പ്രാപിക്കണമെന്നാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ രക്ഷിക്കുവാനായിട്ട് ദൈവകൃപ തന്നല്ലോ. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് ഒരു ജയകരമായ ജീവിതം നയിക്കുവാൻ, എനിക്ക് മറ്റുള്ളവരോട് നന്നായി പെരുമാറുവാൻ, എനിക്ക് ദൈവത്തെ ബഹുമാനിക്കുവാൻ കൂടുതൽ ദൈവകൃപ വേണം. കർത്താവേ, നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അവന്റെ പക്കൽ ധാരാളം കൃപയുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൃപ ചോദിച്ചാലും ആ കൃപയ്ക്ക് കുറവ് വരത്തില്ല. എല്ലാവർക്കും കൊടുക്കുവാൻ അവന്റെ പക്കലുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഈ തിരുവചനത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വരുത്തിയ വ്യത്യാസം, ഈ സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവകൃപ നമ്മെ സഹായിക്കുന്നത്, ഇനിയും ഫ്യൂച്ചറിൽ ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്, അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെയും ഈ ദൈവകൃപ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് അടുത്തിയല്ല. നാം യാക്കോബ് 4:7 വായിക്കുന്നല്ലോ, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ധാരാളം കൃപ നൽകുന്നു. താഴ്മയോടെ കടന്നു ചെന്ന് ധാരാളം ദൈവകൃപ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. Together